മനസമാധാനമില്ല, ഉറക്കവും നഷ്ടപ്പെട്ടു. ഒരല്പ സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ പോവാന്ന് വെച്ചാ പൊലയുമാണ്. അമ്പലത്തിൽ പോയതുകൊണ്ടൊരു വിശേഷമൊന്നുമില്ല. നന്മയുള്ള മനസ്സുണ്ടോ അവിടെ ദൈവമുണ്ട്. മനസ്സമാധാനം കിട്ടണമെങ്കിൽ അവനവന്റെ പ്രവൃത്തികൾ നന്നായിരിക്കണം. ഇനി മനുഷ്യനല്ലേ, തെറ്റുപറ്റാം. അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ആത്മപരിശോധന നടത്തി അത് തിരുത്തുകയും വേണം. എനിക്ക് തെറ്റുപറ്റിയെന്നാണോ കൈമളേട്ടൻ പറഞ്ഞു വരുന്നത്? സംശയം എന്താ? എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാതെയും അത് തിരുത്താതെയും പോയതായി എനിക്ക് പറ്റിയ തെറ്റ്. എന്റെ മകന്റെ ചിത കെട്ടടങ്ങിയിട്ടില്ല. അവന്റെ ആത്മാവ് ഈ പരിസരം വിട്ട് പോയിട്ടുമില്ല. അവന്റെ ആത്മാവിനെ പോലും വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ ജീവനായിരുന്നു എന്റെ പൊന്നുമോൻ. അവനെ ഇല്ലാതാക്കിയവരോട് ഞാൻ ക്ഷമിക്കണോ? ആ മകനും ജീവനായിരുന്നു അവന്റെ പൊന്നുമോൾ മീനാക്ഷി. ആ മകളെയാ നീ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവളെ വേദനിപ്പിച്ചാൽ അവളുടെ അച്ഛന്റെ ആത്മാവ് ഇവിടം വിട്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ ഈ തറവാടിന്റെ ചൈതന്യമായ ആ ഉടവാളെ നഷ്ടപ്പെടുത്തിയവരോട് ഞാൻ ക്ഷമിക്കണോ? മര്യാദയ്ക്ക് ഞാൻ ചോദിച്ച കാശ് തന്നിരുന്നെങ്കിൽ ആ വാള് നഷ്ടപ്പെടുമായിരുന്നു. വാളെന്റെ കയ്യിലുണ്ടെന്ന് ഇവരുണ്ടോ അറിയുന്നു. ആ ഉടവാളം കൊണ്ട് പോയിരിക്കുന്നത് മൈഥിലിയാണെന്ന് എല്ലാരെ പോലെ നിനക്കും അറിയാം. എന്നിട്ടും എന്തിനാ ആ കുഞ്ഞിനെ ഞാൻ വേട്ടയാടുന്നത്? ആ വാളെടുത്തു കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റൊന്നും മൈഥിലിക്കില്ല. അത് ശരി. ഇടക്കാലം കൊണ്ട് ഈ തറവാടന്റെ ആജന്മ ശത്രുവായി മാറിയ മൈഥിലിയെ ന്യായീകരിക്കാണോ നീ? ഞാൻ ന്യായീകരിച്ചൊന്നുമല്ല. ഉടവാള അവൾ എടുത്തോണ്ട് പോയെങ്കിൽ കാർത്തിയും പോലീസും കൂടി അവരുടെ വീട് അരിച്ചു പെറുക്കിയതല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് വാള് കിട്ടിയില്ല? അതെ, എന്റെ ആങ്ങളയ്ക്ക് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ അവ മോഷണത്തിനൊന്നും കൂട്ടുനിൽക്കില്ല. അയ്യോ, ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ അളിയനല്ലേ നിന്റെ ആങ്ങള. കക്കാതിരിക്കാൻ തക്കം കിട്ടിയ 10 അമ്പലം അവനെ ഒറ്റയ്ക്ക് വിഴുങ്ങും. കൊള്ളന്റെ രാജാവല്ലേ. തന്നെയുമല്ല, ആ വാള് പോയത് മുതല് നീ മൈഥിലിയെ ന്യായീകരിക്കാൻ നടക്കുക. ഈ കച്ചവടത്തില് നിനക്ക് പങ്കുണ്ടോന്ന എന്റെ സംശയം. ദേ, മര്യാദയോട് പറഞ്ഞോണ്ടല്ലോ. തെറ്റ് ചെയ്തത് മറ്റാരോ, കുറ്റം പാവ എന്റെ മകൾക്കും. വളരെ കഷ്ടമാണ് ഇതൊക്കെ, കഷ്ടം. ആ മൈഥിലി ഒരുക്കിയ കണിയിൽ നീ കൂടി വീഴാൻ പാടില്ലായിരുന്നു രാജലക്ഷ്മി. മീനാക്ഷി എല്ലാവരുടെയും ശത്രുവാക്കി ചെമ്പകമംഗലം പിടിച്ചടക്കാനാണ് അവളുടെ ലക്ഷ്യമെന്ന് നിനക്കും അറിയാം. എന്നിട്ടും മൂത്ത മകന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ 17 വർഷം മനസ്സുകൊണ്ട് വിതിമ്പിയ മുത്തശ്ശി മുത്തശ്ശന്മാരാണ് ഞാനും നീയും. ആ കുഞ്ഞാണ് രാജലക്ഷ്മി മീനാക്ഷി. അത് നീ മറന്നു പോകരുത്. ദൈവമേ, മീനാക്ഷി എവിടെ? അവള് നിന്റെ മുറിയിലില്ലേ മോനെ? ഇല്ല, അവള് കിച്ചണിൽ കാണുമെന്ന് ഞാൻ കരുതിയത്. അതെ, മീനാക്ഷി ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ദൈവമേ, എന്റെ കുട്ടി ഇതെവിടെ പോയി? മീനാക്ഷി കൊച്ചു അവിടെ എങ്ങാനും ഉണ്ടോ മോളെ? ഇല്ല അച്ഛാ. മീനാക്ഷി ചെമ്പകമംഗലത്തില്ല. ഞങ്ങൾ എല്ലാ മുറിയിലും അടിച്ചു പറക്കി.
ആരോടും ഒന്നും പറയാതെ ഈ മീനാക്ഷി ഇത് എവിടെ പോയി? മോനെ, ഇനി അവള് മൈഥിലി അന്വേഷിച്ചെങ്ങനെ പോയോ? അങ്ങനെ ഒരു ബുദ്ധിമോശം മീനാക്ഷി കൊച്ചു കാണിക്കുവോ? അത് പിന്നെ ഇന്നലെ രാത്രി ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? ഒരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയില് ഞാനിപ്പോ ഒരു പീക്കിനാവ് കണ്ടു. പേക്കിനാവോ? അതെ. നീ കുഞ്ഞിനെ കുറിച്ച് ഓരോന്ന് വിചാരിച്ചു കിടന്നു കാണും. അപ്പ കണ്ട വെറും ഒരു ദുസ്വപ്നം വന്നേ. അതൊന്നും കാര്യമാക്കണ്ട. എന്റെ കുഞ്ഞ് ഏതോ ഒരു ആപത്തിൽ പെട്ടെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ എന്റെ കുഞ്ഞിനെ തിരക്കി പോവാ. ഈ രാത്രിയിലോ? അതെ. മോൾ സമ്മതിക്കാത്തത് കൊണ്ട് മീനാക്ഷി കൊച്ചു പറയാതെ പോയി കാണൂ. അവൾ എന്തും ചെയ്യും. കുഞ്ഞിലെ വളർന്നത് ചൊല്ലുവിളിയോടെയൊന്നും അല്ലല്ലോ. അവളല്ലേ വളർത്തിയത് ആ മാധുരി. മോനെ കാർത്തി, എന്താ വേണ്ടെന്ന് വെച്ച അത് ചെയ്യും മോനെ. ഞാൻ മീനാക്ഷിയെ വിളിക്കാം. മീനാക്ഷിയുടെ ഫോൺ എങ്ങനെ അമ്മയുടെ കയ്യില്? ഞാൻ ISD കോള് വിളിക്കാൻ ഇന്നലെ മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചതാ. ദുബായിലേക്ക് രാമേട്ടനെ വിളിക്കണമെങ്കിൽ ഈ ഫോണിലേ പറ്റൂ. അമ്മയുടെ ഫോണില് അതിനുള്ള ആപ്പില്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇതിലും ഇപ്പം ISD കിട്ടുന്നില്ല. മോളുടെ കയ്യില് ഫോണും ഇല്ല. എന്താ ചെയ്യും എന്റെ ദൈവമേ? മോനെ കാർത്തി, നീ എത്രയും പെട്ടെന്ന് പോലീസിന് വീറ് അറിയിക്കടാ. എന്താ? പുതിയ ACP വന്നിട്ടുണ്ട്. ആരാ പുതിയ ACP? സഹീറ IPS. സഹീറ.
ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും കാർത്തിക്. ഓർമ്മകൾ ഒരു കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ പുറകോട്ടൊന്ന് പാഞ്ഞു. വെറും 10 സെക്കൻഡ് കൊണ്ട്. ഈ ഓർമ്മകളെല്ലാം അങ്ങനെയാണ്. ഓർക്കുമ്പോ തോന്നും ഓർക്കണ്ടായിരുന്നു എന്ന്. ഓർക്കാതിരിക്കുമ്പോഴാ ഓർക്കണമെന്നും തോന്നും. പക്ഷേ ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ ഓർക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഇദ്ദേഹമാണ് മിസ്റ്റർ കാർത്തിക്. ഇദ്ദേഹമായിരുന്നു ഇവിടുത്തെ പഴയ ACP. ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയായിരുന്നു മേരി. IPS എടുത്തത് ഒരേ സമയത്താ. പക്ഷേ വീണ്ടും കണ്ടുമുട്ടുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യത്തിനല്ല. എന്താ സഹീറ? ആ ഉടവാൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നതാ ഞാൻ. റിട്ടയർമെന്റ് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്തായാലും ഞാൻ ഓർമ്മകളുടെ പുസ്തകം എഴുതും. അപ്പോൾ IPS ട്രെയിനിങ് അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായ പ്രണയ ചാബല്യ കഥകളും എഴുതിയേക്കാം. സോറി സഹീറ, ഓർക്കാപ്പുറത്ത് ഞാനൊന്ന് പൊട്ടിത്തെറിച്ചു പോയതാ. ഇറ്റ്സ് ഓക്കെ കാർത്തിക്. പ്രണയം ഒൺവയായിരുന്നല്ലോ, എനിക്ക് മാത്രം. സമ്പന്നതയുടെ ലോകത്ത് പാറി നടന്ന ഒരു പെൺകുട്ടിയുടെ കൗമാരി ചാബല്യമായി അതിനെ കണ്ടാ മതി. എങ്കിലും എല്ലാവരും നോക്കി നിൽക്കെ എന്റെ കരണത്തടിച്ചത് മറക്കാനാവില്ല. അടികൊണ്ടത് കരണത്താണെങ്കിലും മുറിവ് മനസ്സിനാ. മനസ്സിനേൽക്കുന്ന മുറിവുകൾ മരണം വരെ മറക്കാൻ പറ്റില്ലല്ലോ. അതൊന്നും മനസ്സിൽ സൂക്ഷിക്കരുത്. ഏയ്, അതൊരു പകയായിട്ടൊന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉടവാൾ മോഷണം പോയതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചു. ഞാനത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യും. തെളിവുകളോ സൂചനകളോ ഒന്നുമില്ലാതെയല്ല ഈ കേസിന്റെ അന്വേഷണത്തിന് ഞാൻ ഇറങ്ങുന്നത്. ഇത് സംബന്ധിച്ച നടപടികളെല്ലാം ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അറിയാലോ, റിസർച്ച് എന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. ഓക്കെ മിസ്റ്റർ കാർത്തിക്, നത്തിങ് പേഴ്സണൽ അബൌട്ട് ഇറ്റ്, എവറിത്തിങ് ഒഫീഷ്യൽ. ലെറ്റ്സ് മൂവ്. ഇവളെന്താ ഇവിടെ? സാവിത്രി, നന്ദിനി എടുത്തിയോ? നന്ദിനി എടുത്തി എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. സാവിത്രി എന്താ ഇവിടെ? ഞാൻ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ എടുക്കാൻ വേണ്ടി വന്നതാ. അല്ല, എല്ലാം കഴുകി വൃത്തിയാക്കാനും വീടും പറമ്പും ഒക്കെ അടിച്ചു തുടച്ചിടാനും അമ്മ പറഞ്ഞു. ഒരു മരണം നടന്ന വീടല്ലേ. ഓ അങ്ങനെ. എന്നാ ശരി, നടക്കട്ടെ. ഏട്ടത്തി, ഒരു കാര്യം ഏൽപ്പിക്കാൻ ഞാൻ ഏട്ടത്തിയെ തിരക്കുമായിരുന്നു. ഇത് മീനാക്ഷിയുടെ മൊബൈലാ. ഇത് ഏട്ടത്തിയുടെ കൈ ഇരിക്കട്ടെ. അതെന്തിനാ എന്റെ കൈ തരുന്നത്? സാവിത്രി തന്നെ വെച്ചോ. വേണ്ട, ഇത് നന്ദിനി അടുത്തുടെ കൈ തന്നെ ഇരിക്കട്ടെ.
മകളുടെ ഫോൺ അമ്മായിയമ്മയല്ല സൂക്ഷിക്കേണ്ടത്, അമ്മയാ. ഏ? ആ വാള് പുറത്തു നിന്നുള്ളവരാരും മോഷ്ടിച്ചിട്ടില്ല. അത് മോഷ്ടിച്ചവർ ഇതിനകത്തുള്ളവർ തന്നെ. ചെമ്പകമംഗലത്തുള്ളവര് തന്നെയാണ് വാള് മോഷ്ടിച്ചതെന്ന് മോളോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും ഒക്കെ പറയുന്നതല്ല, പോലീസ് കണ്ടെത്തുന്നത്. വിത്ത് സഫീഷ്യന്റ് പ്രൂഫ്, മതിയായ തെളിവുകളോടെ ബന്ധപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്തി കോടതിയാണ് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടത്തിലും കുറ്റവാളി ആണെങ്കിലും അല്ലെങ്കിലും പോലീസ് പിടികൂടുന്ന ആൾക്ക് തന്റെ വാദം സമർപ്പിക്കാനും കുറ്റക്കാരനല്ലെങ്കിൽ മോചിതനാകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനിവിടെ ആര് കുറ്റം പറഞ്ഞത് മേഡം പറഞ്ഞു വരുന്നത്? അതൊന്നും അറിയണമല്ലോ. സാറിന്റെ ധാർമ്മിക രോക്ഷം സ്വാഭാവികം. ഇതൊക്കെ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കണം. മോളെ, ആ മൈഥിലിയാണ് ഇവിടുത്തെ വാളെടുത്തത്. അതിന് യാതൊരു സംശയവുമില്ല. നന്ദിനി അല്ലേ? അതെ, പേര് കേട്ടിട്ടുണ്ട്. നന്ദിനി എന്ന പേര് നാട്ടിൽ അനേകായിരം പേർക്കുണ്ട്. നിങ്ങളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. കേൾക്കാൻ മാത്രം ഞാനത്ര പ്രശസ്തയൊന്നുമല്ല. ഓ, പച്ചിലയും കത്രികയും പോലെയാണല്ലോ. പറയുന്നത് അപ്പൊ തന്നെ വെട്ടും കത്രികയ്ക്ക്. ഇവരെന്നെ മോളേന്ന് വിളിച്ചപ്പോ ഞാൻ അത് കേട്ടു നിന്നു. അതിവർക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ടാ. ചെമ്പകമംഗലത്തിന്റെ ആഠ്യതമോ പ്രതാപമോ കണ്ടിട്ടല്ല. സസ്പെൻഷനിലായ ACPക്ക് നിങ്ങൾ മോനോ മോളോ ഒക്കെ ആവാം. അത് സ്വന്തം മോനും മരുമകളും ആണെങ്കിൽ മാത്രം. ഇവര് കറങ്ങി തിരിഞ്ഞ് എന്റെ കഴുത്തിലോട്ട് വരുമോ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാനാ വന്നത്. നിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ ആരും തടസ്സപ്പെടുത്തിയില്ലല്ലോ മാഡം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി തുടർന്നോളൂ. പിന്നെ മൈഥിലി വാളും കൊണ്ടുപോയത് ഇവിടെ ആരെങ്കിലും കണ്ടോ? കണ്ടു. ആര്? മീനാക്ഷി. അവിടെ നിക്ക്. മീനാക്ഷി, ആ കഥാപാത്രത്തിന്റെ പേര് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. മീനാക്ഷി സസ്പെൻഷനിലായ ACP മിസ്റ്റർ കാർത്തിക്കിന്റെ പട്ടമഹർഷി. നിങ്ങളുടെ ഇങ്ങനെ സസ്പെൻഷനായ ACP എന്ന് എപ്പോഴും പറയുന്നത് എന്തിന്? സസ്പെൻഷനായവരാരും തിരിച്ച് സർവീസ് കയറാറില്ലേ? കയറാതിരിക്കാം, അത് വേറെ കാര്യം. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മീനാക്ഷിയുടെ കാര്യോ. മീനാക്ഷി മൈഥിലിയെ കുറിച്ച് അങ്ങനെയല്ലേ പറയൂ? അല്ലെങ്കിലും നിയമാനുസൃതം നേരെ ചൊവ്വേ നടന്ന കല്യാണമൊന്നും അല്ലല്ലോ ഇത്. ഇപ്പോഴും കാർത്തിക്കിന്റെ താലിക്ക് വേണ്ടി മീനാക്ഷിയും മൈഥിലിയും തമ്മില് അടിപിടിയാണല്ലോ. അതോ കടിപിടിയോ? ആ മീനാക്ഷിയാണ് മൈഥിലിക്കെതിരെ കുറ്റാരോപണം നടത്തിയിരിക്കുന്നത്. അത് കേട്ട് അവളുടെ ഭർത്താവ് മൈഥിലിയുടെ വീട്ടില് വാള് തിരക്കിച്ചെന്ന് നാണം കെട്ട് പുളിയും പിടിച്ചിങ്ങ് പോന്നു. എക്സ്ക്യൂസ് മീ, മര്യാദയ്ക്ക് സംസാരിക്കണം മാഡം. ഈ കാക്കക്കുപ്പായി ഇട്ടപ്പോ ഈ കുട്ടിക്കെന്തോ മതിഭ്രമം ബാധിച്ച പോലെ. മിസ്റ്റർ ജനാർദ്ദന കൈമൾ, ACP, ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം. പ്രതിയെപ്പറ്റി സംശയമല്ല, വ്യക്തമായ ധാരണയോടെയാണ് സഹീറ IPS ഇവിടെ നിൽക്കുന്നത്.
ആളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും.